നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്തിരിക്കുകയാണ്. പുതിയ ഭേദഗതി പ്രകാരം 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ച പാസ്പോർട്ട് അപേക്ഷകർക്ക് ജനന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ഏക തെളിവായി നൽകാനാകുള്ളൂ. 1980 പാസ്പോർട്ട് നിയമങ്ങളിലെ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. 1967 പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ 24 വ്യവസ്ഥകൾ പ്രകാരമാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തത്. പുതുക്കിയ പാസ്പോർട്ട് നിയമങ്ങൾ പ്രകാരം 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ച വ്യക്തികൾക്ക് ജനന മരണ രജിസ്ട്രാർ, മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ 1969 ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും അതോറിറ്റി എന്നിവ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റുകൾ ജനന തീയതിക്കുള്ള തെളിവായി സ്വീകരിക്കും. മറ്റപേക്ഷകൾക്ക് മുൻപ് ചെയ്തിരുന്നതുപോലെ തന്നെ ബദൽ രേഖകൾ സമർപ്പിക്കുന്നത് തുടരാവുന്നതാണ്. 1989 ജനുവരി 26 അതിനുശേഷമോ ജനിച്ച എല്ലാ അപേക്ഷകരും പാസ്പോർട്ട് ലഭിക്കുന്നതിന് ജനന തീയതി തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട്. 2016 ഡിസംബറിൽ വിദേശകാര്യ മന്ത്രാലയം എല്ലാ അപേക്ഷകർക്കും ജനന തീയതിയുടെ തെളിവായി ഇനി പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ സമർപ്പിക്കാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജനന മരണ രജിസ്ട്രാർ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർദ്ദിഷ്ട അധികാരി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ്, ഒടുവിൽ പഠിച്ച സ്ഥാപനത്തിലെ അംഗീകൃത വിദ്യാഭ്യാസ ബോർഡ് നൽകിയ ട്രാൻസ്ഫർ മെട്രിക്കുലേഷൻ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, അപേക്ഷകന് ജനന തീയതി രേഖയോട് കൂടിയ ആദായ നികുതി വകുപ്പ് നൽകുന്ന പാൻ കാർഡ് എന്നിവ ജനന തീയതി തെളിയിക്കുന്നതിന് ഹാജരാക്കാം. കൂടാതെ അപേക്ഷകന്റെ ജനന തീയതി രേഖപ്പെടുത്തിയ ആധാർ കാർഡ്, സർക്കാർ ജീവനക്കാരായ അപേക്ഷകന്റെ സർവീസ് റെക്കോർഡിന്റെ അല്ലെങ്കിൽ ഓഫീസർ ഇൻചാർജ് സാക്ഷ്യപ്പെടുത്തിയ പേ പെൻഷൻ ഉത്തരവിന്റെ പകർപ്പ്, ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത വകുപ്പ് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡ്, പബ്ലിക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുകൾ, കമ്പനികൾ എന്നിവ നൽകുന്ന പോളിസി ബോണ്ട് എന്നിവയും ജനന തീയതി തെളിയിക്കുന്നതിനായി ഹാജരാക്കാവുന്നതാണ്.